പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ CI ബിനു തോമസ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അയാളുടെ ആത്മഹത്യയിൽ ചെയ്തതോടൊപ്പം അയാളുടെ ബോഡിയുടെ അടുത്തായിട്ട് ഒരു 32 പേജ് വരുന്ന ഒരു ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു. കുറിപ്പല്ല, ഒരു പ്രബന്ധമാണ്. അത് വളരെ ഡീറ്റെയിൽഡായിട്ട് അയാൾ അനുഭവിക്കേണ്ടി വന്ന അയാളുടെ മാനസിക സംഘർഷം അതെല്ലാം വെളിവാകുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ്. അപ്പോൾ പോലീസിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, മേലധികാരികളുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ, അവരുടെ പ്രവൃത്തി ദോഷങ്ങൾ, ഇത് മുഴുവൻ അയാൾ ഒരുമാതിരിപ്പെട്ട ഒരു കഥ പോലെ അയാൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അയാളൊരു സംഭവം എഴുതി. അന്ന് വടക്കാഞ്ചേരി CI ആയിരുന്ന ഉമേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ ഇപ്പോൾ DYSP ആണ്, വടകര DYSP ആണ്. അയാൾ അന്നവിടെ വടക്കാഞ്ചേരി CI ആയിരുന്നു. ഒരു യുവതിയെ കസ്റ്റഡിയിലെടുത്തു. അനാശാസ്യ പ്രവർത്തനം ആരോപിച്ച് ആണ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡി എടുത്തിട്ട് ആ സ്ത്രീയെ കേസൊന്നും എടുക്കാതെ നേരെ അവളെ വീട്ടിലോട്ട് വിട്ടയച്ചു. അതിൻ്റെ പുറേ ഇയാൾ ഈ ബിനു തോമസിൻ്റെ അടുത്ത് നേരെ പറഞ്ഞു അയാളെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇവളുടെ വീട്ടിനടുത്ത് പ്രതിഭാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാൾ, അതായത് അത് ഏപ്രിൽ 15, 2014 ഏപ്രിൽ 15 പോയി ഇറങ്ങി. ഇയാളെ അവിടെ കൊണ്ടുവിട്ടു. ഇയാളെ ആ വീട്ടിലോട്ട് വിട്ടിട്ട് ഇയാൾ വന്ന് വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി. അപ്പോൾ ഇയാൾ അവിടെ പോയി കുറേ കഴിഞ്ഞതിന് ശേഷം അയാൾ അവിടുത്തെ ഇടപാടുകളെല്ലാം തീർത്തിട്ട്, ഇടപാടെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തതാണ്, അതും കഴിഞ്ഞിട്ട് അയാൾ തിരികെ വന്നിട്ട് ഇയാളെ ഒരുപാട് നിർബന്ധിച്ചു. ഇയാളും കൂടെ പോയി അവരെ ഒന്ന് ഉപയോഗിച്ചിട്ട് വരാൻ, വീഴ്ച നടത്തിയിട്ട് വരാനായിട്ട് ഇയാൾ അതിന് പോയില്ല. ആ സ്ത്രീ അന്ന് മുഴുവൻ പട്ടിണിയായിരുന്നു എന്ന് ഇയാൾക്കറിയാം. ഇയാളത് പറയുന്നുണ്ട്. അത് ഇച്ചിരി വളരെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പട്ടിണിയായിരുന്നു. ആ സ്ത്രീ പോയപ്പോൾ ഒരു 2 ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് ആ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായിട്ട്, അവരുടെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ സ്ത്രീ പട്ടിണിയായിരുന്നു, അവശയായിരുന്നു. അവരെ വീണ്ടും ഉപദ്രവിക്കാൻ പോകാൻ ഇയാൾ തയ്യാറായില്ല. അതാണ് അയാൾ പറയുന്നത്. പിന്നെ പല പ്രാവശ്യം ഈ ഉമേഷ് അവരുമായിട്ട് പോയി ആ സ്ത്രീയെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം ഇത് വലിയ ഒച്ചപ്പാടുണ്ടായി. അപ്പോൾ ഈ ഉമേഷ് പറയുന്നത് എന്തെന്നറിയോ, 11 വർഷം മുമ്പുള്ള സംഭവമാണ്. ശരിയാ, 2014 അതുകൊണ്ടത് അതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന്. എന്നാൽ ഇയാളിങ്ങനെ ചെയ്തിട്ടില്ലെന്നല്ല, അയാൾക്ക് 11 വർഷം മുമ്പായതുകൊണ്ട് അയാളത് ഓർക്കുന്നില്ല. ഇതാണ് അയാളുടെ പ്രശ്നം. അപ്പോൾ എത്രയോ പേരെ ഇയാൾ ഇതുപോലെ ഉപദ്രവിച്ച് കാണുമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ അതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി വിട്ടു. അതിനുശേഷം നേരെ അവരെ വീട്ടിൽ പോയി. ആ സ്ത്രീ ഉണ്ടല്ലോ, അപ്പോൾ ഇത് വന്നതിന് ശേഷം ആ സ്ത്രീ മുമ്പോട്ട് വന്നിട്ട് അവർ മൊഴി കൊടുത്തു. ഈ സംഭവം സത്യമാണ്. ഇയാൾ അവരെ വീട്ടിനകത്ത് പോയിട്ട് അവരെ ആ സ്ത്രീയെ വലിച്ചഴച്ച് ടെറസിൽ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് അയാൾ അവരെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. പിന്നെ പലതവണ വന്ന് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ സ്ത്രീയെ ഇതേപോലെ ഇയാൾ പലതവണ യൂസ് ചെയ്തു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേലി വിളവ് തിന്നും എന്ന് നമ്മൾ പറയുന്നത് നമ്മൾക്കൊരു പഴഞ്ചൊല്ലുണ്ട്. അതല്ലേ നടക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ കസ്റ്റഡി എടുത്ത ഒരു സ്ത്രീയെ ഇതേപോലെ ബലാത്സംഗത്തിന് ഇരയാക്കിയാൽ ജീവപര്യന്തം തടവ് ശിക്ഷയാണ്. ചെറിയതല്ല, അതിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് അതിൻ്റെ ശിക്ഷ. ആ ക്രിമിനൽ കുറ്റം ചെയ്ത് അതിന് കാലഹരണമൊന്നുമില്ല. അതുകൊണ്ട് കാലഹരണ ദോഷമൊന്നുമില്ല. അത് താമസിച്ചു എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം അവരാരുടെ അടുത്ത് പരാതി പറയും ആ സ്ത്രീ. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ, ഒരു DYSPയുടെ പേരിലാണ് പോയി കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അവരെങ്ങനെ കൊടുക്കാൻ പറ്റും? അവർക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. കൊടുക്കാൻ പോയാലോ വീണ്ടും ഉള്ള ഉപദ്രവങ്ങൾ അവർ സഹിക്കേണ്ടതായിട്ട് വരത്തില്ലേ? നമ്മളതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ.
അപ്പോൾ ഇതിപ്പോൾ ഇയാളുടെ മരണം ആത്മഹത്യ വേണ്ടി വന്നു ഇങ്ങനെ ഒരു നടപടിക്ക്. ഇനി ഇയാളുടെ പേരിൽ ബലാത്സംഗത്തിന് കേസ് വേണം. മാത്രമല്ല ഇത്രയും നാളായിട്ട് നേരത്തെ തന്നെ ഇയാൾക്കെതിരെ ഈ പാലക്കാട് SP റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് DGPക്ക്. ഇയാളെക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം, ബലാത്സംഗ കേസെടുക്കേണ്ടതാണ് എന്നുള്ളതിന്. കാരണം ഈ സംഭവം അറിഞ്ഞതിന് ശേഷം കൊടുത്തു. ഒന്നും ചെയ്തില്ല, അനങ്ങാതെ വെച്ചുകൊണ്ടിരുന്നു. ഏതായാലും ഇപ്പോൾ DGP ഇനിയിപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇയാളുടെ ഇതുപോലെ ഈ സംഭവം സത്യമാണ്, ഇങ്ങനൊരു സംഭവം നടന്നു, ഇയാളുടെ ഭാഗത്ത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും അതുമാത്രമല്ല പെരുമാറ്റ ദൂഷ്യം എന്ന് പറയുന്നത് അത് സീരിയസ് മിസ്കോണ്ടക്റ്റ് ഇയാളുടെ ഭാഗത്തുണ്ട്. ഈസ് എ ക്രിമിനൽ. കാരണം വലിയൊരു ക്രൈം കമ്മിറ്റ് ചെയ്തേക്കാണ്. ഒരു സ്ത്രീയെ ബലാത്സംഗത്തിന് ഇരയാക്കിയതാണ്, പലതവണ അവർ ഭീഷണിപ്പെടുത്തിയതാണ്. എന്നാൽ സ്ത്രീ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവരെ വലിച്ചടിച്ചുകൊണ്ടുപോയി ടെറസിൽ കൊണ്ടുപോയി അവരെ വീട്ടിൽ ചെന്ന് ബലാത്സംഗിച്ച പല പ്രാവശ്യം പിന്നെ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടെന്ന് ബിനു തോമസ് പറയുന്നുണ്ട്. ഏതായാലും ശരി, ബിനു തോമസിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടത്. ഏതായാലും ഇത് ഇയാൾക്കിത് അറിയത്തില്ലെന്നാണ് ഇയാൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ അച്ചടക്ക ലംഘനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അച്ചടക്ക ലംഘനമല്ല, അതായത് ഇതേപോലുള്ള ക്രൈം തടയാനും അത് അന്വേഷിച്ച് നടപടിയെടുക്കാനും ചുമതലയുള്ള ബാധ്യസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഇതേപോലുള്ള ഗുരുതരമായ കുറ്റം ചെയ്യുമ്പോൾ അതിന് അത്രത്തോളം വലിയ നടപടി വേണം. വളരെ ശുഷ്കാന്തിയോടുകൂടി നടപടിയെടുക്കണം, വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കണം. ഇപ്പോൾ ഒരു മാങ്ങ മോഷ്ടിച്ചെന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ പെട്ടെന്ന് പിരിച്ചുവിട്ടല്ലോ, അത് മാങ്ങ മോഷ്ടിച്ചുകൊണ്ട് മാത്രമാണ്. ഇതേപോലുള്ള പണി ചെയ്യുന്നവന്മാരെ ഇവന്മാർക്കെതിരെ നടപടിയില്ല, ഒന്നുമില്ല. 11 വർഷമായിട്ട് അവൻ സർവീസിൽ വളരെ സുഖലോലുപനായിട്ട് കഴിയുകയാണ്. എത്രയോ പേരെ അവൻ ഇതുപോലെ ചെയ്തു കാണും. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഒരാളെ എന്നിട്ട് മാത്രം കീഴുദ്യോഗസ്ഥരെ നിർബന്ധിക്കുക അയാളും കൂടെ പോയി ഇത് ചെയ്തിട്ട് വരാൻ. അയാൾ പോയില്ല, അയാൾക്കതിന് മനസ്സ് വന്നില്ലെന്നാണ് അയാൾ എഴുതിയേക്കുന്നത്, ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഇപ്പോൾ ഇത് ഏതായാലും അയാളുടെ ആത്മഹത്യാക്കുറിപ്പ് വേണ്ടി വന്നു ഇത് വെളിയിലേക്ക് വരാൻ. ഇപ്പോൾ നടപടി വരും എന്ന് ചെറിയ മണം അടിച്ചതുകൊണ്ട് ഈ ഉമേഷ് അങ്ങ് ലീവ് എടുത്തു സർവീസിൽ നിന്ന്. ലീവ് എടുത്തതിന് കാരണം പറഞ്ഞേക്കുന്നത് എന്തോന്നറിയോ? എന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി മുൻകൂട്ടി. കാരണം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ഇനി റിമാൻഡ് എന്തായാലും ഉറപ്പാവുമല്ലോ, ഇതിനകത്ത് റിമാൻഡ് ചെയ്യപ്പെടും. അതായത് ബലാത്സംഗ കുറ്റം തന്നെ ഇയാളുടെ പേര് ചാർജ് ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ ജാമ്യം കിട്ടത്തില്ല, അപ്പോൾ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? ഇയാളുടെ ECGയിൽ വേരിയേഷൻ ഉണ്ടെന്ന്. ഇവൻ ECG എല്ലാം ഇനി അങ്ങ് വേരിയേഷൻ വരും. കാരണം ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ ECGയിൽ പെട്ടെന്ന് വേരിയേഷൻ വരും കേട്ടോ. വേരിയേഷൻ വന്ന് നേരെ അവന്മാർ ആശുപത്രി കിടക്കും, ജയിലിൽ കിടക്കത്തില്ല. ഒരു കുഴപ്പമില്ല, വളരെ സൗകര്യങ്ങളോടുകൂടി അവന്മാർ ആശുപത്രി കിടക്കും, ജയിലിലോട്ട് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കസ്റ്റഡി, അതായത് ജയിലിൽ പോകണ്ട, ആ രീതിയാവും. ഇത് ഇയാളെ നിർബന്ധമായിട്ട് ഇയാളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം. ഇയാളുടെ അച്ചടക്ക നടപടി മാത്രം, ഡിസിപ്ലിനറി ആക്ഷൻ മാത്രം പോരാ. ഇയാളുടെ പേര് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ സ്ത്രീ പോയി മൊഴി കൊടുത്തു, അവരെ ബലാത്സംഗം ചെയ്തെന്ന് മൊഴി കൊടുത്താൽ പിന്നെ വാട്ട് മോർ ഈസ് റിക്വയർഡ്? എന്തിനു നോക്കിയിരിക്കുന്നു? ഇയാളുടെ പേര് ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കണം, അയാളെ അറസ്റ്റ് ചെയ്യണം, അതാണ് വേണ്ടത്. എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇയാളുടെ ഈ മൊഴിയുണ്ടല്ലോ, ആ മൊഴി എന്ന് പറയുന്നത് ബിനു തോമസ് എഴുതി വച്ചേക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ഇയാൾക്കെതിരെ ശരിയായ എവിഡൻസ് ആയിട്ട് മാറും. ആ സ്ത്രീയുടെ മൊഴിയുണ്ടല്ലോ, അതും കൂടെ മതി. കാരണം ഇതിന് ശരിവെക്കുന്ന രീതിയിൽ ആ സ്ത്രീ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ തീയതി ഉൾപ്പെടെ പറഞ്ഞാണ് ആ സ്ത്രീ മൊഴി കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഇങ്ങനെയുള്ളവന്മാർ ഒരു നാൾ പിടിക്കപ്പെടും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞ പോലെ ഒരു നാൾ പിടിക്കപ്പെടും. ഇപ്പോൾ ഇതുപോലുള്ള വൃത്തികേടൊക്കെ കാണിച്ചു, എല്ലാം അനങ്ങാതെ ഇരിക്കുകയാണ്, വളരെ സുഖമായിട്ടിരിക്കുകയാണ്. പക്ഷേ അകത്താവും, സംശയമൊന്നും വേണ്ട. അത് മാത്രമല്ല ഡിസിപ്ലിനറി ആക്ഷനും വരണം. ഇനി ഈ ഗവൺമെൻറ് എന്തെടുക്കുന്നതെന്നും നമുക്കറിയില്ല. ഏതായാലും DGP ഉടനെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു.